ഇത്ത ഈ കാട്ടണുണ്ടല്ലോ കുറച്ച് ഓവറാണ്. കുറച്ചൊന്നല്ല, കുറച്ച് കൂടുതൽ തന്നെയാണ് ഓവർ. ഒന്ന് ഫോൺ ചെയ്തെന്ന് കരുതിയിട്ടേ ഒന്നും വരാൻ പോണില്ല. ഇത്തന്നെയല്ലേ പറഞ്ഞത് പെണ്ണ് കാണലൊന്നും വേണ്ടെന്നുള്ളത്. എന്നിട്ടിപ്പ അവസാന നിമിഷത്തിൽ ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടാവോ ഈ കുറച്ച് സ്വകം തരുമൊക്കെ? അതേടി, ഞാൻ ചൊറിഞ്ഞ വർത്താനം തന്നെയാണ് പറയണത്. ഓ, ഇതിനൊന്നും ഒരു കുറവുമില്ല. എല്ലാരും കൂടി ഒരു പ്രാവശ്യേ സ്വന്തം ഇഷ്ടപ്രകാരേ ഈ ആദിനെ ഒന്ന് കെട്ടിച്ചു വിട്ടതല്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൊറിഞ്ഞ വർത്താനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങളെ ഇഷ്ടത്തിനൊക്കെ ഞാൻ തുള്ളി തരണോ അല്ലേ? ഓ ഇത്താ, എന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞേ അത് പാസ്റ്റ് അല്ലേ എന്നുള്ളത്. ഇപ്പോൾ അതും ആലോചിച്ച് നിക്കണോ? അതെ വാ, പാസ്റ്റ് ആണ്, എല്ലാതും പാസ്റ്റ് ആണ്. കാരണം ഈ ഒന്നല്ലല്ലോ അനുഭവിച്ചത്, അനുഭവിച്ചത് മൊത്തം ഞാനാണല്ലോ. അപ്പൊ എനിക്ക് എന്ത് എളുപ്പാണ് അത് പാസ്റ്റ് അല്ലേ വേറൊരു ജീവിതം തെരഞ്ഞെടുക്കുന്നു പറയാന്. പക്ഷെ എനിക്കത് എളുപ്പമല്ല. എന്റെ മനസ്സാണ് വേദനിച്ചത്, ഞാനാണ് വീട്ടിൽ അനുഭവിച്ചത്. ഒരു കല്യാണത്തിനാലേ ഒരു പെണ്ണ് അനുഭവിക്കേണ്ടതിനെക്കാട്ടി കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനിക്കൊരു കല്യാണം വേണ്ട, പാസ്റ്റ് ആണ് പോലും പാസ്റ്റ്. എന്ത് എളുപ്പാണ് പറയാന്. നിങ്ങൾ ആരുമല്ല അനുഭവിച്ചത്, അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാലാ. ഞാനെന്താ വലിയ യന്ത്രാണല്ല നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചൊക്കെ ഇങ്ങനെ തുള്ളി തരാന്. അല്ല അനക്കെന്താ ഇത്ര ധൃതി ഇപ്പൊ എന്നെ കെട്ടിച്ചു വിടാഞ്ഞിട്ട്? എന്നോടൊന്നേ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്നറിയാം, ബുദ്ധി എന്നുള്ള സാധനം തലക്കകത്ത് വേണം. അതില്ലാത്ത എന്നോട് എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? ഈ ലോകത്ത് ഇത്ത മാത്രാണല്ല രണ്ടാം കല്യാണം കഴിക്കണത്. ഇത്രക്ക് അഹങ്കാരം പാടില്ല ആദിത്ത. അതേടി, ഇക്ക് അഹങ്കാരം തന്നെയാണ്. ഇനി ഈ അഹങ്കാരി ആക്കിയതേ നിങ്ങൾ എല്ലാരും കൂടിയാണ്, അല്ലാതെ ഞാൻ സ്വയം ആയതല്ലല്ലോ. ഇനി ഈ കോലത്തിൽ ആക്കിയത് നിങ്ങൾ എല്ലാരും കൂടിയാണ്. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ തുള്ളി തരണം, അല്ലെങ്കിൽ ഞാൻ അഹങ്കാരി. ഈ ഉണ്ടല്ല ഇന്നേ ഒരു കാലത്ത് നന്നാൻ പോണില്ല. അത്രക്ക് നന്നാണ് മനസ്സ്. നിങ്ങളെല്ലാരെയും ശാപം കാരണാണ് എന്റെ ജീവിതം ഈ കോലായത്. ഓ പിന്നെ ഞങ്ങൾക്ക് ഇതാണല്ലോ പണി, അന്നിങ്ങനെ ശാപിച്ച് നടക്കല്. ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. ഒന്ന് പോയി പണിയൊക്കെ ആദിത്താ. ഇമ്മ, നിങ്ങൾക്ക് ദേഷ്യാണ് അമ്മനോട്? എന്തിനു ദേഷ്യം? ഇക്കമ്മാട്ടിനോട് ഒരു ദേഷ്യമില്ല. ഇമ്മാട്ടിക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കില് അത് വേണ്ട. മൂത്താപ്പേ നല്ല കൂട്ടക്കാരാന്ന് പറഞ്ഞപ്പോഴേ ഇമ്മ സമ്മതിച്ചെന്ന് തന്നെ ഉള്ളു. ഇമ്മയെന്നുണ്ടെങ്കിലോ ഉമ്മാന്റെ കുട്ടിക്ക് സമ്മതാണോ അല്ലേ ഒന്നും ഞാൻ ചോദിച്ചില്ല. എന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത്, അത്ര തന്നെ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇമ്മയെ മൂത്താപ്പാനോട് വിളിച്ച് പറഞ്ഞോണ്ട് ഉമ്മാന്റെ കുട്ടിക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്നുള്ളത്. താല്പര്യം ഇല്ലാത്തതേ എന്റെ തലക്ക് വെച്ച് കെട്ടാനേ ഇമ്മയും വല്യമ്മയും മൂത്താപ്പയും ഒന്നിനും തുനിയൂല. ഒരു പ്രാവശ്യം വെച്ച് കെട്ടിയത് മറന്നിട്ടില്ല. ഇമ്മ ഞാൻ ഇന്റെ ആൾക്ക് അങ്ങോട്ട് ചെല്ലേ. ഇമ്മ ഈ പാത്രമൊക്കെ നമ്മൾ മോരക്കട്ടെ. അവ നീച്ചിട്ടില്ലേ? ഇനിയിപ്പോ രണ്ടാളും പോവാൻ നേരം വയ്യാണ്ട് ഇങ്ങനെ നിൽക്കും. ചെല്ല്, ഇതൊക്കെ പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അടച്ചോനെ, എന്താ ഈ കുട്ടീനെ മനസ്സിൽ നിന്ന് ആര് കണ്ട്? ഒരു കല്യാണക്കാര്യം വന്നാലും കുട്ടിക്ക് പറ്റൂല. ഈ വന്ന കൂട്ടക്കാരാന്നുണ്ടെങ്കിൽ നല്ല കൂട്ടക്കാരേന്ന്. ഇത് ഓൾക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഇനിയിപ്പൊ എന്താ ഞങ്ങൾ ചെയ്യലേ കുട്ടീനെ കൂട്ടി? എന്താ ഈ കുട്ടീന്റെ മനസ്സിൽ നിന്ന് ആര് കണ്ട്? അള്ളാന്റെ വിധി പോലൊക്കെ നടത്തും.
ജീരകത്തിന്റെ കുപ്പിയിൽ വെച്ചില്ല. യാതൊരു അടുത്ത് എങ്ങനെ എടുത്ത് വെച്ചാണ് ഇത് പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ട് അച്ഛൻ കൊടുക്കാന്നല്ലാതെ ഇടൂല. ഇമ്മ ഇമ്മ ആ ഉമ്മ മൂത്തമ്മന്ന് വിളിച്ചീന്ന് ഇന്ന് കൊണ്ട് വരണുണ്ടെന്ന് പറഞ്ഞ്. ആദ്യ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല, അതിനെ പറ്റി പറയാനാവും ഇപ്പൊ വരണത്. ഇമ്മ ഇന്നാലേ ഇത്താന്റെ സ്വഭാവം എങ്ങനെ ഒരുമാതിരി വൃത്തികൊട്ട സ്വഭാവം. അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവ. എന്റെ കുട്ടി ഒരു കല്യാണം കഴിച്ചതിനാലേ അനുഭവിക്കാത്തായിട്ട് ഒന്നുമില്ല. പിന്നെ പോള് വേറൊരു കല്യാണത്തിന് സമ്മതിക്കുക, അത്രയും എന്റെ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. അവളിപ്പോ നമ്മൾ അങ്ങനത്തെ കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും തന്നെ ഓൾക്ക് കുറച്ചൊക്കെ ഒരു സമയം കൊടുക്കണ്ടേ. അമ്മായിമ്മ പോരും നാത്തും പോരും ഭർത്താവിന്റെ ക്രൂരത എല്ലാം എന്റെ കുട്ടിയെ ഒരു കൊല്ലം കൊണ്ട് ആ പെരയിൽ നിന്ന് അനുഭവിച്ചില്ലേ. ഞാൻ അനുഭവിക്കാത്തൊന്നും എന്റെ കുട്ടി ഇനി ജീവിതത്തിലില്ല. അത്രയും ഇപ്പൊ അനുഭവിച്ചില്ല ആ കുട്ടി. ഒരു കൊല്ലം എന്റെ കുട്ടി ആ വീട്ടിൽ നിന്നിട്ടുള്ളൂ. പക്ഷെങ്കിലേ ജീവിതകാലം മുഴുവനെ അനുഭവിക്കാനുള്ളതൊക്കെ എന്റെ കുട്ടി അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഒരു സ്നേഹം എന്റെ കുട്ടിക്ക് ആ പെരയിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ടും അവള് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സൈ കെട്ടിട്ടല്ലേ അവളെ ജീവിതം സ്വന്തമായിട്ട് അവളെ അവസാനിപ്പിക്കാൻ പോണ ആ ഒരു ടൈമിലല്ലേ നമ്മൾ അറിയണത്. അന്ന് മൂത്താപ്പ അവളങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ആദ്യം നമ്മളെ കൂടെ ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ പന്റെ ആദ്യത്തെ വേറൊരു കല്യാണത്തിന് സമ്മതിക്കാത്തതിന് നമ്മളിപ്പോ ആദ്യനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇമ്മ എല്ലാരും ആ കുടുംബത്തിനെ പോലെ ആവണമെന്നുണ്ടാ ആ ഒരു കാര്യം പറയാണ്ട് ഇത്ത വേറെ കല്യാണത്തിന് സമ്മതിക്കാത്തതേ ഇതൊക്കെ ഇത്താന്റെ അടവാണ്. വെറും നാടകം. ഇതിന് പറയുന്ന പേരാണ് അഹങ്കാരം. വെറും അഹങ്കാരാണ് ഇത്താക്ക്. അല്ലേ ഇതിപ്പോ ഞങ്ങളെക്കാട്ടും ധൃതിയാണല്ലോ അവക്ക് ആദിനെ കെട്ടിക്കാന്. ഇത്താക്കാനോട് ഇത്രക്ക് സ്നേഹ. കുട്ടിയോടെയാണ് അപ്പൊ ഈ പെൺകുട്ടി കൊണ്ടുവച്ചത്. ഇപ്പോൾ വെച്ച എന്നിട്ട് കുപ്പിയിലാക്കി വെച്ചോളൂ. ഒരു മുതല് വെച്ചോടത്തോളം നല്ലപോലെ വെക്കൂല. ചീരകത്തിന്റെ കുപ്പി എവിടെ സമ്മതിക്കണത്? ഞാൻ കരുതി മൂത്താപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കും ആദിത്താന്ന്. എവിടെ ആ സ്വപ്നം വെറുതായിപ്പോയി. നമ്മളെ കാര്യം ഉണ്ടല്ലോ വീട്ടിൽ പറയണമെന്നുണ്ടെങ്കിലേ ആദ്യത്തെ കല്യാണത്തിന് സമ്മതിക്കണ്ടേ, ഇന്നാലൊക്കെ ധൈര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇതാണെങ്കിലോ ആദ്യത്തെ അമ്പിനെ നടക്കണില്ല, വില്ലിനും അടുക്കണില്ല. അവ്വ ഈ പെൺകുട്ടിയുടെ അവിടെ ഒരു ദിവസം ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിന്റെ അടുക്കളയിൽ വന്നൊന്നും സഹായിക്കാൻ കൂടിയില്ല. അപ്പൊ ഈ ഫോണിൽ ഇങ്ങനെ വിളിച്ച് വർത്താനം പറഞ്ഞാണ്ടിരിക്കും. ആരോടാണ് ഇപ്പോൾ 24 മണിക്കൂർ ഫോൺ ചെയ്യുന്നാക്കും. പയ്യന്റെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആമിത്താത്ത വന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ രാവിലെ വരുന്നതാണെന്ന് എന്താ പറ്റിയാണോ? അവ്വ വല്ലാത്തൊരു കുട്ടിയാണ് ഈ കുട്ടി ബദരീങ്ങളെ. ഇതിപ്പോ എല്ലാം കൊണ്ട് സുയിപ്പായി പോയി നമ്മള്. അല്ല ഈ നമ്മളെ കാര്യേ എന്റെ വീട്ടിൽ പറഞ്ഞോ? ഞാൻ മാത്രം എന്റെ വീട്ടിൽ പറഞ്ഞോണ്ട് ആയില്ലല്ലോ. ഈ എന്റെ വീട്ടുകാരോടും കൂടി സംസാരിക്കണ്ടേ? ആണോ? എന്നിട്ട് എന്താ അവര് പറഞ്ഞത്? ആണാ? ഹാവൂ എന്തായാലും എനിക്ക് സന്തോഷായി. ഇനിയിപ്പൊ എന്റെ വീട്ടിലും കൂടി അത് അവതരിപ്പിക്കണം. ആ കാര്യം ആലോചിക്കുമ്പോഴാണ് ആദ്യത്തെ ഇങ്ങനെ നിക്കുമ്പോളേ അതും പ്രശ്നമാണേ. ആദ്യത്താണ്ട് ഈ പോക്കുണ്ടല്ലേ എവിടെ വരെ പോകും നോക്കാം. ആദ്യത്തെ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെയും കൂട്ടിക്കാണ്ട് നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കേണ്ടി വരും. നല്ല എന്റെ വീട്ടുകാർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും ഇതിപ്പോ ആദ്യത്തെ ഇങ്ങനെ നിൽക്കുമ്പോഴേ മൂത്താപ്പൊന്നും സമ്മതിക്കൂല. കാരണം ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കണതേ ഞങ്ങളപ്പം മരിച്ചതിന് ശേഷം മൂത്താപ്പയാണ്.
ആ കാര്യം ഈ പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ആ എവിടെയാണ്? ഇമ്മ വിളിക്കണ്ട്. ആ ആ ആ എന്താ വരണമ്മ? ആ പറഞ്ഞ പോലെ തന്നെ ഫോണും കൊണ്ട് ഓള് ബാക്കൊക്കെ പോയി. ആ മൂത്തമ്മ ചോറുന്ന ടൈമിലാവും വരവ്. 24 മണിക്കൂറും ബാക്കിൽ ഫോണിട്ട് ഇങ്ങനെ പോയി നിക്കും. ഈ അടുക്കളയിൽ വന്നിട്ടോ നിന്നൊന്ന് സഹായിച്ചാലെന്ത് ഈ കുട്ടിക്ക്? ആദ്യക്ക് ലീവില്ലാഞ്ഞിട്ടല്ല, ആദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സഹായിച്ചുകാണ്ട് വെക്കും. ഈ പെൺകുട്ടി തീരെ സഹായിക്കൂല. എന്നല്ലെങ്കിൽ നാളെ ആരാണ്ട് പേരേക്ക് പോകണ്ടല്ലോ എനിക്ക്. ഇവിടെ ഒന്ന് വന്നാ ഇമ്മ, ഞാൻ എന്റെ ഫ്രണ്ട് ഷെറി വിളിച്ചീന്ന്, ഞാൻ അവളോട് സംസാരിക്കേന്ന്. എപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിലേ എന്റെ ഫ്രണ്ട് ഷെറിക്കേ എനിക്ക് 24 മണിക്കൂർ വിളിക്കലെന്നെ പണിയുള്ളൂ, വേറെ ഒരു പണിയില്ലേ. ദിവസങ്ങൾ കോളേജിൽ നിന്ന് കാണുന്നുണ്ട്. പിന്നെ എന്താ ഇത്ര അവനെ വിളിച്ച് വർത്താനം പറയാനുള്ളത്? ഇതിപ്പോ കോളേജ് വിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഉറങ്ങാൻ പോണ വരെ നിങ്ങൾക്ക് രണ്ടാക്കി ഈ ഫോമുല തന്നെ. രണ്ടാളും ഇത്ര തോനെ വർത്താനം പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉള്ളത്? കോളേജ് ഇല്ലെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങൾ ദിവസം കോളേജിൽ നിന്ന് കാണുന്ന തന്നെയല്ലേ? ഇത് എന്ത് കൂട്ടുകെട്ടാണിത്? ശരിക്കും ഒരു ദിവസം ഞാൻ വിളിച്ചു നോക്കണ്ട്. ആ മൂത്തുമ്മ ഇപ്പൊ വരൂലേ? എന്തെങ്കിലും നടക്കുന്ന അടുക്കളയിൽ സഹായിച്ചന്നൂടാവുക. ഞാൻ പുളിഞ്ചാറ് വെക്കുന്നുണ്ട്, ഇതാ തേങ്ങ ഒന്ന് ചരക്കി കാട്ട്. അവളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലമ്മ, ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാണ്ടാവും. അല്ലാതെ അമ്മ ഉദ്ദേശിക്കണ മാതിരിക്ക് വേറെ ഒന്നുമല്ല. അതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പൊ എന്ത് പണിയാണ് ചെയ്തു തരേണ്ടത്? ആ ഫ്രിഡ്ജിലുണ്ട് പയറിരിക്കണ്, അതെടുത്തുകൊണ്ട് അരിഞ്ഞാട്ട്. പിന്നെ ആ തേങ്ങയും ചെരുകി കാട്ട്. വേറെ ഒന്നിച്ച് ചെയ്യണ്ട, ഈ 2 പണി ചെയ്തെന്നാ മതി. എന്നിട്ട് ആകെ പോലെയൊക്കെ ഒന്ന് അടിച്ചു വരിയിട്. ആ ഞാൻ അരിഞ്ഞുതരാം. ഇമ്മ, മൂത്തമ്മാന്റെ കൂടെ വല്യമ്മ വരുവോ? ആ വരുവേക്കാരം. ഇപ്പൊ 2 ദിവസമായില്ലേ പോയിട്ട്. വല്യമ്മ ഇല്ലാഞ്ഞിട്ടേ ഈ പെരനുള്ളിൽ ആളനക്കില്ലാത്ത പോലെ ഉണ്ട്. നിങ്ങളൊക്കെ അങ്ങോട്ട് പോകും നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ. ഞാനും വല്യമ്മ ഒറ്റക്ക് ഉണ്ടാവുള്ളൂ. ഇക്കാന്നുണ്ടെങ്കിൽ മുണ്ടി പറഞ്ഞു നിൽക്കാൻ ഒരാളില്ല ഇവിടെ. മൂത്തമ്മക്കൊന്ന് വിളിച്ചിട്ട് പറയണം വല്യമാനും ഒപ്പം കൊണ്ടുവരാന്. ആദ്യത്താക്ക് ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ എല്ലാ പണിയും ചെയ്തു തരും. ഇതങ്ങനല്ല. എന്നോട് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറയുമ്പോ ഞാൻ തൊള്ളത്തെ വെള്ളം മറ്റണം. എനിക്ക് ഒരു പണിയും ചെയ്തു തരില്ല. ഒരു മടിച്ചിപ്പാറും. അപ്പൊ ഉമ്മ പറയണത് ഞാൻ ഒരു പണി എടുത്തു തരില്ലാന്നാണ്. എന്നില്ലെങ്കിലും ഉമ്മക്ക് ഇന്നെക്കാട്ടിയും കൂടുതൽ ഇഷ്ടേ ആദ്യത്താനോടാണ്. അതെനിക്കറിയൊക്കെ ചെയ്യാം. വല്ലാത്തൊരു പെൺകുട്ടി. അരിയാൻ നോക്ക്. അത് ഈ 2 പാത്രം കൂടി ഉണ്ട്, അത് കൂടി അങ്ങോട്ട് കഴുകി വെക്ക്. ഇനിയിപ്പോ ഞാൻ ഈ പാത്രം ഓർണ എന്നോട് ആകെ ഈ 2 പണിയല്ലേ പറഞ്ഞത്. ഉമ്മ ഇങ്ങനെ വാക്ക് മാറരുത് കേട്ടാ. എന്നാലും ഉമ്മ പറഞ്ഞത് മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്തു തരരുത് ഉമ്മാന്റെ കുട്ടിട്ടാ.